തിരുവനന്തപുരം ആറ്റിങ്ങൽ കടയ്ക്കാവൂരിൽ ഷവായി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 10 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം ലൈസൻസ് ഇല്ലാത്ത ഈ കട അടപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചു. ഭക്ഷണം കഴിച്ചവരുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് ഹോട്ടലുടമയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, ഇത് ഭക്ഷ്യവിഷബാധ തന്നെയെന്ന് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെയൊക്കെ ആരോഗ്യ നില എന്താണ്? ഒപ്പം തന്നെ ഈ കട എത്ര നാൾ ഈ രീതിയിൽ ലൈസൻസ് ഇല്ലാതെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്? പ്രജിന അമൃത, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കടയ്ക്കാവൂർ തെക്കും ഭാഗത്ത് വി മാർട്ട് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിന് മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു വശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ഓൺലൈൻ ഡെലിവറിയൊക്കെ ഉള്ളതുപോലത്തെ ഒരു ചെറിയ തട്ടുകട മാതൃകയിലാണ് ഈ ഷവായും ഷവർമയും കിട്ടുന്ന ഒരു കട പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഷവായി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. ഇവിടെ ഉടൻ തന്നെ കടയ്ക്കാവൂർ ആശുപത്രിയിലും ചിറയൻകീഴ് ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ പഞ്ചായത്തിന് സമീപത്തുള്ള മറ്റ് സ്വകാര്യ ആശുപത്രിയിലൊക്കെ തന്നെ ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇതൊരു ഭക്ഷ്യവിഷബാധയാണെന്ന് സ്ഥിരീകരണം ഉണ്ടായില്ല. തുടർന്ന് ഈ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയോടുകൂടിയാണ് ഇതൊരു ഭക്ഷ്യവിഷബാധ തന്നെയാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വി മാർട്ട് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിന് മാത്രമാണ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലൈസൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രവർത്തിച്ചിരുന്ന, അതായത് ഇവർ ഭക്ഷണം കഴിച്ചിരുന്നത് ആ തട്ടുകടയിൽ എന്ന് പറയുന്ന അവിടെ ലൈസൻസ് ഇല്ലായിരുന്നു. പഞ്ചായത്തിന്റെ മാത്രമല്ല ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസും ഇല്ലായിരുന്നു. തുടർന്നാണ് ഈ ഭക്ഷ്യവിഷബാധയേറ്റവരുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കടയ്ക്കാവൂർ പോലീസ് ആദ്യമത്തെ ഈ കട സീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കട പൂർണ്ണമായി തന്നെ സീൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പരാതിയെ തുടർന്ന് ഈ കടയുടെ വി മാർട്ട് എന്ന് പറയുന്ന ഈ സൂപ്പർ മാർക്കറ്റ് ഉടമയെ കൂടി ഇപ്പോൾ കടയ്ക്കാവൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കൂടി അവിടെ നിന്ന് വന്നിട്ടുണ്ട്, അത് കാണാം. വി മാർട്ട് എന്ന് പറഞ്ഞ കടയിൽ അയൻവിളയ്ക്ക് അടുത്തുള്ള കടയിൽ നിന്ന് ഷവായി മേടിച്ചായിരുന്നു. അത് എൻ്റെ വൈഫിന് കൊണ്ടുവന്ന് ഞാൻ കൊടുത്തപ്പം അത് കഴിക്കുകയും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തലകറക്കവും നെഞ്ചെരുപ്പും ഛർദിലും എല്ലാം കൂടെയായി, ശ്വാസം മുട്ട് വരെയായി, അങ്ങനെ വിളിക്കുന്നവരായിരുന്നതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയി, ആശ്രയ ആശുപത്രി കൊണ്ടുപോയി ഇരുന്നപ്പോൾ ഷിവറിങ് വരികയും വിറയിൽ വരികയും പയ്യെ കൈയും കാലും ഒക്കെ തേച്ച് എല്ലാവരും കൂടെ ചേർന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.